പ്രാണനിൽ ഭാഗം 4. റൂമിലെ ബെഡിൽ മാധവൻ്റെ മടിയിൽ കിടക്കുകയാണ് പാറു. അയാളുടെ കൈകൾ അവളെ തലോടുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാ അച്ഛയുടെ മോൾ കുറച്ചു മുന്നേ ഇവിടെ കാണിച്ചു വെച്ചത്? അവളുടെ തലയിൽ തലോടി ചിരിയോടെ അയാൾ ചോദിച്ചപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അയാളെ നോക്കി മടിയിൽ നിന്നും എഴുന്നേറ്റു. സോറി അച്ഛേ, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. മീനുമോളെ ഇല്ലാതാക്കുമെന്ന് സൂര്യേച്ചി പറഞ്ഞപ്പോൾ. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന അയാളുടെ മുഖം മാറി. എന്താ നീ പറഞ്ഞേ? മീനുമോളെ? ശരിക്കും എന്താ ഇവിടെ നടന്നത്? പറ പാറു. ദേഷ്യത്തിലുള്ള മാധവൻ്റെ ചോദ്യത്തിന് മുന്നിൽ പേടിയോടെ അവൾ ഉണ്ടായതെല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അയാൾക്ക് സൂര്യയോട് അതിയായ ദേഷ്യം തോന്നി. അപ്പോൾ തന്നെ പാറുവിനെയും കൂട്ടി അയാൾ സൂര്യക്കരികിലേക്ക് ചെന്നു. ഇതേസമയം സൂര്യയുടെ വീർത്ത കവിളിൽ കരഞ്ഞുകൊണ്ട് ഐസ് വെച്ച് കൊടുക്കുകയാണ് ശോഭ. കൂടാതെ പാറുവിനെ നന്നായി പ്രാകുന്നുമുണ്ട്. സൂര്യക്കാണേൽ കവിൾ വേദന കാരണം ഒന്നും മിണ്ടാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവരുടെ വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് മാധവനും പാറുവും അകത്തേക്ക് വന്നത്. അപ്പോൾ അയാളുടെ കോപം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ തന്നെ പാറു എല്ലാം പറഞ്ഞു എന്ന് സൂര്യക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ വേഗം എഴുന്നേറ്റ് ഭയത്തോടെ ശോഭയ്ക്ക് പിറകിൽ ചെന്നു നിന്നു. ഓ, വീണ്ടും നിങ്ങൾ എന്തിനാ ഈ നാശം പിടിച്ചവളെയും കൊണ്ട് ഇവിടേക്ക് വന്നത്? വീണ്ടും ഭ്രാന്തിളകിയ പോലെ എൻ്റെ കുഞ്ഞിനെ തല്ലാനോ? പാറുവിനെ കണ്ടപ്പോൾ തന്നെ ശോഭ കലിതുള്ളി പറയുന്നത് കേട്ടപ്പോൾ മാധവൻ അവരെ തുറച്ചു നോക്കി. എന്തറിഞ്ഞിട്ടാ നീ പറയുന്നത്? നിന്റെ പുന്നാരമോൾ പാറുവിനോട് പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയോ? അറിയോന്ന്? 10 മടങ്ങ് ദേഷ്യത്തിലുള്ള മാധവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ശോഭ തിരിഞ്ഞ് സൂര്യയെ നോക്കി. അവൾ അപ്പോൾ അവർക്ക് പിറകിൽ പേടിച്ചു നിൽക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ സൂര്യ എന്തോ കാര്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. എങ്കിലും മാധവൻ അവളെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭയത്തിൽ അയാളെ അനുനയിപ്പിക്കാം എന്നവർ കരുതി. ഇവൾ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. എന്തെങ്കിലും തമാശ പറഞ്ഞതാവും. പക്ഷെ ഇവളെന്തിനാ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ അടിച്ചത്? നോക്കിയേ. സങ്കടത്തോടെ സൂര്യയെ മുന്നിൽ നിർത്തി ശോഭ പറഞ്ഞപ്പോൾ മാധവൻ കണ്ടു അവളുടെ ഇരു കവിളിലുമായി പതിഞ്ഞു കിടക്കുന്ന പാറുവിൻ്റെ വിരൽപ്പാടുകൾ. അത് കണ്ടപ്പോൾ അയാളിൽ പുച്ഛം നിറഞ്ഞ ഒരു ചിരി വിടർന്നു. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ അമ്മയ്ക്കും മോൾക്കും? എല്ലാ കാലത്തും എല്ലാവർക്കും എല്ലാം സഹിച്ചും പേടിച്ചും ജീവിക്കാനാവില്ല. പ്രതികരിക്കേണ്ട ഇടത്ത് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം വേറൊരാളുടെ കയ്യിൽ ഒരു പാവ കണക്കെ ആയിപ്പോകും. മാധവൻ പറയുന്നത് കേട്ട് ശോഭയും സൂര്യയും ദേഷ്യത്തിൽ നിന്നപ്പോൾ അയാളുടെ ആ വാക്കുകൾ നേരെ പാറുവിൻ്റെ ഹൃദയത്തിലേക്കാണ് വന്നു വീണത്. ഓ, നിങ്ങളും മകൾക്കൊപ്പമാണല്ലോ അല്ലേ? പാവം എൻ്റെ മോൾ. അവൾ വെറുതെ ഈ കണ്ട അടി വാങ്ങിക്കൂട്ടി. നിർത്തടി. ശോഭ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ മാധവൻ്റെ സ്വരം അവിടെ ഉയർന്നു കേട്ടു. ഞാൻ എപ്പോഴാടി പാറുമോളുടെ കാര്യം മാത്രം നോക്കിയത്? പറയാൻ. ഞാനല്ലേ നിന്റെ മകളെ പഠിപ്പിച്ചതും നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്തതുമൊക്കെ. എന്നിട്ടും നാണമില്ലാതെ പറയുന്നത് നോക്കിയേ. പിന്നെ ഇന്ന് ഇവൾക്ക് കിട്ടിയ അടി അതിവൾ ഇരന്ന് വാങ്ങിയതാ. എന്താ കാരണമെന്ന് നിനക്കറിയണ്ടേ? ദേഷ്യത്തിൽ അതും പറഞ്ഞുകൊണ്ട് മാധവൻ പാറു അയാളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശോഭയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞവർ ഞെട്ടലോടെ സൂര്യയെ നോക്കിയപ്പോൾ ആർക്കും മുഖം കൊടുക്കാതെ തലയും താഴ്ത്തി നിൽക്കുകയാണ് അവൾ. ഈശ്വര, ഈ പെണ്ണിതെന്ത് ഭാവിച്ചാ? ഇനി ഞാൻ എങ്ങനെ ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കും? ശോഭ ആത്മ. അതേ മാധവേട്ടാ, ഈ ഒരു തവണത്തേക്ക് ഇവളോട് നിങ്ങൾ 2 പേരും ക്ഷമിച്ചേക്ക്. ഇനി ഇവൾ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാൻ വാക്ക് തരുന്നു, പ്ലീസ്. ശോഭയുടെ ദയനീയ മുഖത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ അവരെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് അയാൾ പാറുവിനെയും കൂട്ടി മുറി വിട്ടിറങ്ങി. അപ്പോൾ അവർ പോയി എന്ന് കണ്ടപ്പോൾ ശോഭ ദേഷ്യത്തിൽ സൂര്യയെ നോക്കി. എന്താ സൂര്യ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? എന്തൊക്കെയാ നീ അവളോട് പറഞ്ഞത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കല്യാണം കഴിഞ്ഞ് അവൾ ഇവിടെ നിന്ന് പോകുന്നത് വരെ നീ അവളുടെ മുന്നിൽ പോലും ചെന്നുപെടരുത്, കേട്ടല്ലോ? സൂര്യയുടെ കയ്യിൽ ഐസ് വെച്ച് കൊടുത്ത് ശോഭ ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി. ഇല്ല അമ്മേ, അങ്ങനെ അവളെ ഞാൻ സുഖമായി ജീവിക്കാൻ വിടില്ല. നീ ഒറ്റൊരുത്തി കാരണമാണ് ഇന്ന് അമ്മ പോലും എന്നോട് ദേഷ്യപ്പെട്ടു പോയത്. അതിനൊക്കെ ഞാൻ നിന്നെ കൊണ്ട് അനുഭവിപ്പിക്കും. വ്യാസനും നിന്നെ ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ നിന്നെ അവൻ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നത്. ഇല്ല, ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. എടി പാർവതി, നിന്നോട് എനിക്കുള്ള പക ഒരിക്കലും തീരാൻ പോണില്ല. വ്യാസിനെ ഞാൻ സ്വന്തമാക്കും. അത് പക്ഷെ നിന്നോടുള്ള വാശിക്ക് വേണ്ടി മാത്രമായിരിക്കും. കണ്ടോ നീ, സൂര്യ ആരാണെന്ന് നീ ഇനി അറിയാൻ പോണതേ ഉള്ളൂ. കവിളിലേക്ക് ശക്തിയിൽ ഐസ് അമർത്തി വെച്ചുകൊണ്ട് സൂര്യ മുരണ്ടു. ഇതേസമയം വ്യാസും കുടുംബവും അമരാവതിയിലെത്തിയപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് വ്യാസ് എവിടെയും പോകാതെ വീട്ടിൽ തന്നെ നിന്നു. എന്നാൽ കുളിക്കുമ്പോഴും ഡ്രസ്സ് മാറിക്കൊടുക്കുമ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോഴും ഒക്കെ എന്തേ അമ്മ വരാത്തേ എന്ന് ചോദിച്ചു അവരുടെ 3 പേരുടെയും കൂടെ നടക്കുകയായിരുന്നു മീനൂട്ടി. വ്യാസ് അവളെ എടുത്ത് മടിയിലിരുത്തി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് കേൾക്കാതെ ഒടുക്കം മീനു വാശി പിടിച്ചു കരയാൻ തുടങ്ങി.
ജയന്തിയും സുധാകരനും ആവുന്നത്ര പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അത് കേൾക്കാൻ കൂട്ടാക്കാതെ വലിയ വായിൽ കരയുന്ന മീനൂട്ടിയെ വ്യാസ് വിഷമത്തോടെ നോക്കി. ഒടുക്കം എന്തോ തീരുമാനിച്ച പോലെ വ്യാസ് ഫോൺ എടുത്ത് മാധവനെ വിളിച്ചു പാറുവിൻ്റെ നമ്പർ വാങ്ങി. ശേഷം ഫോണുമായി മോളെയും എടുത്ത് മുറിയിൽ പോയി ഡോറടച്ചു. "എന്നെ വിട് അത്തേ, എനിക്ക് അമ്മയെ കാണണം," വ്യാസിൻ്റെ കയ്യിൽ നിന്നും കുതറി കരഞ്ഞുകൊണ്ട് മീനുമോൾ പറഞ്ഞു. "മോളെ മീനുട്ടി, എൻ്റെ മോളിവിടെ ഇരിക്കി. അച്ഛ ഇപ്പോൾ അമ്മയെ വിളിച്ചു തരാട്ടോ ഫോണിൽ." കയ്യിലെ ഫോൺ കാണിച്ചുകൊണ്ട് വ്യാസ് പറഞ്ഞപ്പോൾ സ്വിച്ചിട്ട പോലെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിൽ നിന്നു. പതിയെ കണ്ണുകൾ തുടച്ച് ചിരിച്ചുകൊണ്ടവൾ വ്യാസിൻ്റെ മടിയിൽ കയറിയിരുന്നു. അപ്പോൾ അവനും പുഞ്ചിരിച്ചുകൊണ്ട് മോളുടെ കവിളിലൊന്ന് ചുംബിച്ച ശേഷം പാറുവിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ആ സമയം കുളിച്ചു ഫ്രഷായി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു പാറു. ഒരു തവണ ഫോൺ മുഴുവനും അടിഞ്ഞെങ്കിലും അവൾക്ക് എടുക്കാനായില്ല. അതുകൊണ്ട് രണ്ടാമതും റിംഗ് ചെയ്തപ്പോൾ പ്രാർത്ഥന നിർത്തിക്കൊണ്ടവൾ വേഗം പോയി ഫോൺ എടുത്തു. പരിചയമില്ലാത്ത നമ്പറായതിനാൽ ഒന്ന് സംശയിച്ചു കൊണ്ടാണ് അവൾ കോൾ അറ്റൻഡ് ചെയ്തത്. "ഹലോ അമ്മേ." അവൾ ഹലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മറുവശത്ത് നിന്നും മീനുമോളുടെ ശബ്ദം കേട്ടപ്പോൾ പാറുവിന് അത്ഭുതവും സന്തോഷവും ഒരുമിച്ച് തോന്നി. കാരണം കുറച്ചു മുന്നേ വരെ മോളുടെ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. "മീനുമോളെ, അമ്മയുടെ കണ്ണൻ എന്ത് ചെയ്യുവാടാ?" കൊഞ്ചിക്കൊണ്ടുള്ള പാറുവിൻ്റെ സ്വരം കേട്ടപ്പോൾ മറുവശത്ത് മീനൂട്ടിയെ ചേർത്ത് പിടിച്ചിരുന്ന വ്യാസിൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിയിച്ചു. പിന്നെ അങ്ങോട്ട് അമ്മയും മോളും തമ്മിൽ ഓരോന്നും പറഞ്ഞ് ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് കേട്ട് നിൽക്കലായിരുന്നു അവൻ്റെ പണി. "അമ്മേ, എനിക്ക് അമ്മയെ ഇപ്പോൾ കാണണം. അമ്മ വീഡിയോ കോൾ ബാ." കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം മീനൂട്ടി പറയുന്നത് കേട്ടപ്പോൾ വ്യാസും പാറുവും ഒരുപോലെ ഞെട്ടിപ്പോയി. അപ്പോൾ രണ്ടുപേരുടെയും മനസ്സിൽ പരസ്പരം കാണേണ്ടി വരുമല്ലോ എന്നായിരുന്നു. എന്നാൽ അവർ ചിന്തിച്ചു നിൽക്കുന്ന ആ സമയത്ത് തന്നെ വ്യാസിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി കട്ട് ചെയ്ത് കുറുമ്പി പാറുവിന് വീഡിയോ കോൾ ചെയ്തിരുന്നു. അതുകൂടെ ആയതും എന്ത് ചെയ്യണമെന്നറിയാതെ പാറു ഫോൺ കയ്യിലെടുത്ത് ഒരു നിമിഷം ഇരുന്നു. എന്നാൽ എടുത്തില്ലെങ്കിൽ മീനുമോൾ കരയും എന്ന ഓർമ്മയിൽ മടിയോടെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു.